കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജയിലിൽ കിടക്കുകയും ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയും ചെയ്യുന്ന PFIയുടെ നേതാവ് അബ്ദുൾ റസാഖ് അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ്. തനിക്ക് ഹജ്ജിന് പോകാനുള്ള അനുവാദം നൽകണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഒരു പൗരന് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രമാണങ്ങൾ അനുസരിച്ച് ഹജ്ജിന് പോകാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജാമ്യ വ്യവസ്ഥ ഇളവ് നൽകണം എന്നാണ് അക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വിദേശത്ത് പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കർശനമായ ഉപാധികളോടെയാണ് അദ്ദേഹത്തിന് ഈ കോടതി ജാമ്യം അനുവദിച്ചത്. 2023 3 ഒക്ടോബർ മാസത്തിലോ മറ്റോ ആണെന്നാണ് എനിക്ക് ഓർമ്മ. എന്തായാലും അപ്പോഴാണ് ഈ ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ ആ ജാമ്യ വ്യവസ്ഥ പ്രകാരം ഹജ്ജിന് പോകാനോ വിദേശത്ത് പോകാനോ കഴിയില്ല. കാരണം പാസ്പോർട്ടെല്ലാം കോടതിയുടെ കയ്യിലാണ്, അന്വേഷണ സംഘത്തിൻ്റെയും കയ്യിലാണ്, അതിൻ്റെ നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ ഹജ്ജിന് പോകണമെന്ന് ഇപ്പോൾ അബ്ദുൾ റസാഖ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കോടതി കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെയും അഭിപ്രായം എന്താണെന്ന് അറിയണം. പക്ഷേ ഒരിക്കലും അത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഹജ്ജിന് പോകാനുള്ള അനുവാദം കൊടുക്കാൻ കഴിയില്ല. വിദേശത്ത് പോകാൻ, ഹജ്ജിന് പോകാനുള്ള അനുവാദമെന്നല്ല, വിദേശത്ത് പോകാനുള്ള അനുവാദം കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും എടുത്തിരിക്കുന്നത്. ആ വിവരം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിനെ 2022 ഈ അബ്ദുൾ റസാഖിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2022 മാർച്ച് 20 ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുൾ റസാഖിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് കേരളത്തിൽ നിന്ന് നിരവധി PFI നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ പലരും ഇപ്പോഴും ജയിലിലാണ്, പലരും ജാമ്യ വ്യവസ്ഥകൾ അനുസരിച്ച് കഴിയുന്നുണ്ട്. അതിലൊരാളാണ് ഈ അബ്ദുൾ റസാഖ് എന്നുള്ള PFIയുടെ പ്രമുഖനായ നേതാവായിരുന്നു. അദ്ദേഹം മലപ്പുറത്തെ ഒരു ഡിവിഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. PFIയുടെ കാര്യങ്ങൾ നോക്കുന്ന മലപ്പുറത്തെ ഒരു പ്രത്യേക ഡിവിഷന്റെ പേര് ഞാൻ മറന്നു. ആ ഡിവിഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ അബ്ദുൾ റസാഖ് എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ജാമ്യത്തിൻ്റെ ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് വിദേശത്ത് പോകാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ കാണുമ്പോൾ അതിൽ വളരെ ഗവൺമെൻറ് ഒരുപക്ഷെ അത്തരത്തിൽ അനുവാദം കൊടുക്കില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലായിക്കൊണ്ടായിരിക്കാം. വിദേശത്തേക്ക് പോകുന്ന ഒരാളിനെ തിരിച്ച് നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നത് കൃത്യമായിട്ട് നിലപാട് തന്നെയാണ്. അങ്ങനെ വിദേശത്ത് പോകുന്ന ഇയാൾ തിരിച്ചു വരാതെ വീണ്ടും വിദേശത്ത് തന്നെ തങ്ങുകയും ചെയ്താൽ അത് ഈ അന്വേഷണ ഏജൻസിക്കും കേന്ദ്ര ഗവൺമെൻറ്റും കൂടുതൽ തലവേദനയാകാനാണ് സാധ്യത. മാത്രമല്ല അദ്ദേഹത്തിന് ഈ പറയുന്ന തീവ്രവാദ ഭാഗങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ സംഘടനയെ തന്നെ 2022 ഗവൺമെൻറ് നിരോധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവർ വീണ്ടും വിദേശത്ത് ചെന്നിട്ട് ഇത്തരം തീവ്രവാദ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും വീണ്ടും അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണോ പുറത്തു പോകുന്നത് എന്നതും ഹജ്ജിൻ്റെ പേരിൽ പുറത്തു പോകുന്നത് എന്നതും ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസികൾക്കും സംശയിക്കാവുന്നതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സംശയിച്ചത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ കേന്ദ്രം ഈ അനുവാദം നൽകാത്തത്. പക്ഷേ എന്തായാലും ഡിസംബർ 2 ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. ആ പരിഗണിക്കുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.